ചിക്കൻ 27 കുടിച്ചു 4500 വരെ പിടിച്ചേക്കാ. എത്ര പഠിക്കുന്നത്? പ്ലസ് ടു. ഇൻസ്റ്റാഗ്രാം ഇല്ല ഇപ്പോഴത്തെ കാലത്ത്. ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തൊരു കൊച്ചു, നല്ലൊരു കൊച്ചാട്ടോ. ഫുഡ് ചലഞ്ചുകളൊക്കെ നല്ലതാണ്, അതിനോടൊന്നും എനിക്ക് എതിർപ്പും കാര്യങ്ങളും ഒന്നുമില്ല. ഒരുപാട് വ്ളോഗേഴ്സും അതേപോലെ ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ഇതുപോലെ ഫുഡ് ചലഞ്ചായിട്ടൊക്കെ വരാറുണ്ട്, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷെ മനുഷ്യന്റെ ശരീരത്തിന് ദോഷമാകുന്ന രീതിയിലുള്ള ഫുഡ് ചലഞ്ചുകൾ കൊണ്ടുവരാതിരിക്കുക. കാരണം എല്ലാവരും അവരവരുടെ വില്ലിങ്ങിലായിരിക്കും ആ ഫുഡ് ചലഞ്ച് ഏറ്റെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ കൊടുക്കുന്ന ചലഞ്ച് ഇതുപോലുള്ള ശരീരത്തിന് ദോഷമാകുന്നതും അതേപോലെ തന്നെ മരണത്തിന് കാരണമാകുന്നുള്ള രീതിയിലുള്ള ചലഞ്ചസ് കൊടുക്കാതിരിക്കുക. ആരും ഉത്തരവാദിത്തം പറയും? അവര് ഓക്കെ വില്ലിങ്ങി താല്പര്യത്തോടായിരിക്കും ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് എന്തെങ്കിലും പറ്റിപ്പോയി എന്ത് ചെയ്യും? അതേപോലെ ഒരു സംഭവം ഇത് 30 സെക്കൻഡിൽ ഒരു 7up കുടിച്ച് തീർക്കുക എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ വില്ലിങ്ങിലാണ് ആ കുട്ടി കുടിക്കാൻ ചെന്നത്. പക്ഷെ എനിക്ക് കണ്ടപ്പം എനിക്ക് ഒരു സെക്കൻഡ് അങ്ങ് പേടിയായി എന്തെങ്കിലും പറ്റുമോ. ആ 30 സെക്കൻഡിൽ ഒരു ശ്വാസത്തിലൊക്കെ സ്പ്രൈറ്റ് കുടിച്ച് തീർക്കുക എന്ന് പറയുമ്പോൾ അതൊക്കെ ശരീരത്തിന് ഒരുപാട് ദോഷം ചെയ്യുന്ന കാര്യം. ഒരു സെക്കൻഡ് മതി മനുഷ്യന്റെ ശ്വാസം അടയാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും പറ്റിപ്പോയായിരുന്നെങ്കിൽ നമ്മൾ ഈ നോർമലി ഉള്ള വെള്ളമാണെങ്കിൽ പോലും ഇത്ര പെട്ടെന്ന് കുടിച്ച് തീർക്കരുത്. അപ്പൊ പിന്നെ ഇതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക് ഒക്കെ ഇങ്ങനെ കുടിക്കുമ്പോൾ മരണത്തിന് വരെ കാരണം. അതുപോലുള്ള ഇങ്ങനെയുള്ള ചലഞ്ചസ് ബ്രോ കൊണ്ടുവരായിരിക്കും. ഇത് ആരാ ഏത് ഇൻസ്റ്റയിലാണെന്ന് എനിക്ക് അറിയത്തില്ല പുള്ളിയെ, ഞാനിപ്പോ കണ്ടതാ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചലഞ്ചസ് കൊണ്ടുവരായിരിക്കും. അതാണ് ഇതൊക്കെ റിസ്ക് ആയിട്ടുള്ള കാരണം. നമ്മുടെ മരണത്തിന് കാരണം അതേപോലെ ജീവന് ഒരുപാട് ഭീഷണി ഉണ്ടാവില്ല. അപ്പൊ ഇതുപോലുള്ള ചലഞ്ചസ് കൊണ്ടുവരായിരിക്കും. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ.